നേരം ഗ്യാസൊക്കെ ഇല്ലാത്ത സമയമല്ലേ, അപ്പോൾ കുറച്ച് വിറക് പെറുക്കാൻ നോർത്തുകൊണ്ട് ഞാനും തക്കടും കൂടെയൊക്കെ തോട്ടത്തിൽ, ഇവിടെ നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞു തോട്ടമുണ്ടേ, അവിടെ പോയി കുറച്ച് വിറകൊക്കെ നോക്കാൻ നോർത്തുകൊണ്ട് പോകാൻ തുടങ്ങാം. നിങ്ങളും കൂടെ പോരേട്ടോ, നമുക്ക് പോയി നോക്കാം. വിറക് കാണാൻ സാധ്യതയുണ്ടോയെന്ന് അറിയില്ല. ഇപ്പം എല്ലാവരും ഈ ഗ്യാസിൻ്റെ കുറവൊക്കെ ആയതുകൊണ്ട് എല്ലാവരും അടുപ്പിലൊക്കെയല്ലേ തീ കത്തിക്കുന്നത്. അപ്പം ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ, നിങ്ങളും കൂടെ ആയേട്ടോ. ചെറിയൊരു ഇടവഴിയാണ്. ഈ ഇടവഴി കൂടെ കുറച്ചങ്ങ് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും തോട്ടത്തിലോട്ട് എത്താം. പോകുന്ന വഴിക്ക് കുറച്ച് പള്ളയൊക്കെ കാട് പൊങ്ങി നിൽപ്പുണ്ട് കേട്ടോ. നേരത്തെ ഇങ്ങനെ ഇത്രയും കാടില്ലായിരുന്നു. ഇപ്പം ആൾക്കാർ ഈ വഴി നടക്കുന്നത് കുറവായതുകൊണ്ടായിരുന്നു ഇങ്ങനെ ഇത്രയും കാടുമൊക്കെ ആയത്. നേരത്തെ എനിക്ക് ആടുണ്ടായിരുന്ന സമയത്ത് കുറച്ച് ആടുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നായിരുന്നു അതിനെ തീറ്റയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നും തന്നെ ഇതിലൂടെയൊക്കെ വരുന്നതായിരുന്നു. തക്കുട് വരുന്ന സമയത്തൊക്കെ ഇങ്ങനെ വള്ളിയെ പിടിച്ച് ഊഞ്ഞാലാടാനൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നേരത്തെ ഇങ്ങനെയായിരുന്നു, വരുമ്പോൾ ഇന്ന് അവനെ ഊഞ്ഞാലാടുന്നത് ഭയങ്കര ഒരു ഹോബിയായിരുന്നു. ഈ വലിയൊരു മരത്തേന്ന് ഇങ്ങനെ കുറേ വള്ളികൾ, ഇങ്ങനെ കാട്ടുവള്ളികൾ തൂങ്ങി കിടപ്പുണ്ട്. നല്ല ബലമുള്ളത് കൊണ്ട് പൊട്ടിപ്പോകുകയില്ല. പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ട് നല്ല രസമാണ് അതിൽ. അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇങ്ങനെ ചിലവിട്ടു. തക്കടുവിന് ഊഞ്ഞാലാടാനും ഒക്കെ ആയിട്ട് കുറച്ച് സമയം ഇങ്ങനെ ഞങ്ങൾ അവിടെ നിന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വിറക് നോക്കാനായിട്ട് പോവാം. ഒരു ചെറിയ തോട്ടമാണേ, ഒത്തിരി വലിയ തോട്ടമൊന്നും അല്ല. അവൻ മുമ്പേ പോകുന്നുണ്ട്. ചുമ്മാ കുറേ നേരം വീട്ടിലിരുന്ന് കഴിയുമ്പോഴത്തേക്കും പിള്ളേർക്കൊരു മടുപ്പല്ലേ. ഈ കാണുന്ന ചെറിയ പനയോലയൊക്കെ ഇല്ലേ, അതൊക്കെ താഴത്തോട്ടൊക്കെ ഒത്തിരി ഉള്ള സംഭവങ്ങളാണ് കേട്ടോ. അത് വലിയ ഓലയൊക്കെ ആയിട്ടൊക്കെ താഴെ നിൽപ്പുണ്ട്. നേരത്തെ ഇങ്ങനെയുള്ള ഓല കൊണ്ടുള്ള വീടായിരുന്നു. അപ്പോൾ അതിനകത്ത് കിടക്കാനും ഒക്കെ നല്ല സുഖമല്ലേ. ഈ വേനൽക്കാലത്തൊക്കെ വലിയ ചൂടില്ല അങ്ങനത്തെ ഓലപ്പരകളിലൊക്കെ കിടക്കുന്ന താമസിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഞങ്ങളിങ്ങനെ നടന്നു പോകുന്നു. അവൻ ഫ്രണ്ടിൽ പോയി, അവനെന്തോ കളിയൊക്കെയാണ്. ഞാൻ വിറകുണ്ടോയെന്നൊക്കെ ഒന്ന് നോക്കട്ടെ കേട്ടോ. ഇവിടെയൊന്നും നോക്കിയിട്ടൊന്നും കാണുന്നില്ല. എല്ലാവരും ഇങ്ങനെ ഇറങ്ങി പറക്കാനൊക്കെ വരുന്നത് കൊണ്ട് വിറക് ഇല്ലെന്ന് തോന്നുന്നു. പിന്നെ നല്ല കാറ്റൊക്കെ ഉള്ളത് കൊണ്ട് നല്ല സുഖം കേട്ടോ നടക്കാൻ. നല്ല കാറ്റാണ്. ചെറിയൊരു തോട്ടമാണേ, നല്ല കാറ്റും ഒക്കെ ആയിട്ട്. തക്കുട് ദേ മേളിൽ കൂടെ ഇറങ്ങി വരുന്നേ ഉള്ളൂ. അങ്ങനെ നടന്നു ചെന്നപ്പോൾ വേണ്ട ആനിക്കാവിള കിടക്കുന്നത് കണ്ടു. ഞങ്ങൾ വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വരുമ്പോൾ കിട്ടാറുള്ളതാണ് കേട്ടോ. തക്കുടുവിന് ഒത്തിരി ഇഷ്ടമുള്ള സാധനമായി ആനിക്കാവിള. പക്ഷെ ഇത് നല്ലതാണോ എന്ന് നോക്കട്ടെ കേട്ടോ. അത് ഇതും രണ്ടെണ്ണവും കേടാണെന്ന് തോന്നുന്നു. എന്നാലും സാരമില്ല, അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോൾ കിട്ടിയായിരുന്നു. അവന് ഒത്തിരി ഇഷ്ടമുള്ളൊരു സാധനമാണേ, കഴിക്കാനും നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നടന്നു വന്നപ്പോഴാണ് ഒരു ഇത് കൂട്ട് കണ്ടത് കേട്ടോ. നമ്മൾ കുട്ടിക്കാലത്തൊക്കെ ഇങ്ങനെ പാളയിലിരുന്ന് വണ്ടി കളിക്കുകയല്ലായിരുന്നു. അപ്പോൾ തക്കുടൂനൊരാഗ്രഹം, അമ്മ എന്നെ ഒന്ന് വണ്ടി ഓടിക്കാം, അമ്മയൊക്കെ ചെറുപ്പത്തിൽ കളിച്ച പോലെ എന്നെ ഒന്ന് അതിലൂടെ വലിക്കാവോ എന്നൊക്കെ ചോദിച്ചു. പിന്നെ ഞാനത് അവൻ്റെ ആഗ്രഹമല്ലേ എന്ന് ഓർത്തുകൊണ്ട് ചെയ്യുന്ന ഭാഗമാണ്. അവനത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. കുറച്ച് നേരം അങ്ങനെ അവൻ്റെ കൂടെ അവിടെ നിന്ന് കളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ അതിലൂടെയൊക്കെ വിറക് നോക്കാൻ തുടങ്ങി. അങ്ങനെ നോക്കി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇങ്ങനെ പണ്ട് ഓണത്തിന് ഞങ്ങൾ പൂ പറിക്കാൻ വന്ന കാര്യമൊക്കെ സ്ഥലങ്ങൾ കണ്ടപ്പോൾ ഓർത്തത്. അവിടെയാണ് ഞങ്ങൾ പൂ പറിക്കാനൊക്കെ വരുന്നത്. വീണ്ടപ്പൂവൊക്കെ ഒരുപാട് ഉണ്ടാകുന്ന സ്ഥലമാണ്. പല കാട്ടുപൂവുകളൊക്കെ ഒത്തിരി ഉള്ള സ്ഥലമാണ് ഇത്. ഞങ്ങൾ ഓണത്തിൻ്റെ സമയത്തൊക്കെ ഇവിടെ വന്ന് പൂ പറിച്ചുകൊണ്ട് പോയിട്ട് അത്തപ്പൂ ഇടുമായിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ആ സമയത്തൊക്കെ വരുമ്പോൾ എല്ലാവരും പൂവൊക്കെ ആയിട്ട് ഇങ്ങനെ മരത്തേക്കൂടെ വള്ളികളിലൊക്കെ ഇങ്ങനെ കയറി കിടക്കും. നല്ല രസമാണ്. പിന്നെ അവിടെ ഒരു കാട്ടു മാവുണ്ട്, ചെറിയ മാങ്ങ ഉണ്ടാകുന്നത്, അത് കറി വയ്ക്കാൻ നല്ലതാട്ടോ ആ മാമ്പഴം. പിന്നെ വിറക് കുഞ്ഞിതായിട്ടൊക്കെ കിട്ടാൻ തുടങ്ങി. വിറക് പറക്കി ഞാനങ്ങ് പോവാം കേട്ടോ. കിട്ടുന്നതൊക്കെ എടുക്കാം. നല്ല വെയിലുണ്ട്. തോട്ടത്തിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റത്തില്ല, ഭയങ്കര വെയിലും ചൂടും ഒക്കെ ആയതുകൊണ്ട് അങ്ങോട്ടൊന്നും ഇറങ്ങി പോകാൻ പറ്റില്ല. ഞങ്ങൾ ഈ തണലത്തൂടെയൊക്കെ നോക്കി കുറച്ച് വിറകൊക്കെ കിട്ടി. ഇന്ന് ഇത്രയും വിറകാട്ടോ ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളിതും കൊണ്ട് വീട്ടിലോട്ട് പോകുന്ന ഭാഗമാണ്. തക്കുടവും മടുത്തു. കുറച്ച് നേരം കളിയൊക്കെ അല്ലായിരുന്നോ, ഓട്ടവും കളിയും നടപ്പും ഒക്കെ ആയപ്പോഴത്തേക്ക് അവനും മടുത്തു. ദാഹിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് കയറി പോവുകയാണേ. കൂട്ടുകാരെ, നമ്മുടെ വിറക് പെറുക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. നല്ല വെയിലായതുകൊണ്ട് കുറച്ച് നേരം ഞങ്ങൾ പോയുള്ളൂ നടക്കാനായിട്ട്. അത് കഴിഞ്ഞിപ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുവാണ്. നല്ല കാറ്റൊക്കെ കൊണ്ട് കുറച്ച് നേരം ഇരുന്നിട്ട് ഇറങ്ങി പോകാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുവാണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളുടെ വീഡിയോ കണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ടാറ്റാ.